അപ്പോൾ എങ്ങനെയുണ്ട് മക്കളെ, പൊള്ളിയല്ലേ? ഇത് ട്രിവാൻഡ്രത്തുള്ളൊരു ഷാപ്പാണ് കേട്ടോ. കണ്ടാൽ തന്നെ നമുക്ക് എന്തൊരു പ്രകൃതി സൗന്ദര്യമടക്കം അനുഭവിക്കാൻ പറ്റിയ ഇത്രയും നല്ലൊരു പ്ലേസ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഏകദേശം ഈ ഷാപ്പ് നിൽക്കുന്നത് ഒരു 12.5 ഏക്കറിലാണ്. 12.5 ഏക്കറിൽ ഉള്ളേരിയ, വളരെ ഉള്ളേരിയ, ഏകദേശം നമുക്കൊരു ഫോറസ്റ്റിനോടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അതിനെ നടുക്കൊരു വലിയൊരു കുളത്തിൽ നിറച്ച് മീനുകൾ ലൈവായി നമുക്ക് മീൻ പിടിച്ച് ഒരു ഫ്രൈ ചെയ്ത് തരും. പിന്നെ കണ്ടമാനം ഫാമിലീസാണ് ഇവിടെ വരുന്നത്. ഒരുപാട് കാറുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാമിലി ഹട്ടുകൾ കാണാം. ഒക്കെ ഫാമിലീസാണ്. മെയിനായിട്ട് ഫുഡ് അടിക്കാൻ വരുന്നവരാണ് ഇവിടെ. കണ്ടമാനം അവർ തന്നെ വളർത്തുന്ന ഈ ഗിനിക്കോഴി, പിന്നെ നാടൻ കോഴികൾ, താറാവ്, വാത്ത, അങ്ങനെ എല്ലാ സാധനങ്ങളും ഒന്നുമില്ലാത്തതില്ല. നമുക്ക് ആവശ്യമുള്ളത് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിടിച്ച് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ പിടിക്കാം. നമ്മൾ എയർ ഗണ്ണൊക്കെ ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയി താറാവിന് വേണമെങ്കിൽ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സൈസാക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വലിയൊരു മീൻ പിടിച്ച്. അപ്പോൾ പിന്നെ തൽക്കാലം മീൻ മതിയെന്ന് വെച്ച്, കാരണം ഇതെല്ലാം കൂടി കഴിക്കാൻ അവസാനിപ്പിക്കാൻ പറ്റണേ. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ഇവിടെ ഒരു റൂം നമുക്ക് വേണ്ടി അവർ സെറ്റപ്പ് ആക്കി തന്നു. അവിടെ അവരിത് ക്ലീൻ ചെയ്ത് തരുന്നു. അപ്പോൾ ഇത് സെൽവനാണ് നമ്മുടെ അവിടുത്തെ ഗഡി. അപ്പോൾ സെൽവനാണ് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും കൂടി കണ്ടു അറേഞ്ച് ചെയ്ത് തരുന്നത് കേട്ടോ. അങ്ങനെ നോക്കി ഇവിടെ കാറുകൾ നിങ്ങൾക്ക് കാണാം, ഒരുപാട് കാറുകൾ എടുക്കുന്നുണ്ട്. അത് കാലത്ത് 10 മണി ഒക്കെ ആകുമ്പോൾ തന്നെ ഫാമിലീസ് വേണം. കോഴികൾ കണ്ടില്ലേ, എന്തോരം കോഴികൾ, അതിന് നടുക്കൊരു പട്ടി. പിന്നെ ഇത് ഫ്രൈ ചെയ്യാൻ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ റെഡി ചെയ്യും. കരിമീനുണ്ടാവും, അയിലുണ്ട്, തിലോപ്പിയ ഉണ്ടാവും, പിന്നെ അത് ചെമ്മീൻ, റോസ്റ്റ് ചെയ്യാനുള്ള ചെമ്മീൻ, അങ്ങനെ എല്ലാ തരത്തിലുള്ള മീനുകളും, വലിയ മീൻ തലക്കറികൾ, സാമ്പാർ, മീൻകറി, ചോറ് കഴിക്കുന്നവർക്ക് അവിയൽ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഒന്നും ഇല്ലാത്തതില്ല. മീൻ തലക്കറികൾ അങ്ങനെയുള്ളത് ഉണ്ടാകുന്നതാണ്. മീൻകറി അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട്. ബീഫ് വേണമെങ്കിൽ ബീഫുണ്ട്, കപ്പുണ്ട്, പോർക്ക്, പിന്നെ കണവ കറി, കണവ റോസ്റ്റ്, അങ്ങനെ എല്ലാ ഐറ്റങ്ങളും. ഓരോ ദിവസത്തിനനുസരിച്ച് വെറൈറ്റികൾ വേറെ കൂടുതലുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെത്തെ അന്തരീക്ഷം. നിങ്ങളൊന്ന് ജസ്റ്റ് ഇത് വാച്ച് ചെയ്ത് നോക്കൂ. 12.5 ഏക്കറിൻ്റെ നടുക്കിലുള്ളൊരു ഷോപ്പ്. അന്തരീക്ഷം തന്നെ വളരെ രസകരമാണ്. അതിലൂടെ ഒരു മഴയും കൂടി കിട്ടിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും. വളരെ നല്ലൊരു വൈബാണ് കേട്ടോ അവിടെ. എന്തായാലും തീർച്ചയായും നിങ്ങളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ട്രിവാൻഡ്രത്ത് വർക്കലയിലാണ്. മുന്തിരിപ്പന്തൽ എന്ന് പറയും. വളരെ ഫേമസ് ആണ് ഈ ഷോപ്പ്. അതായത് വെള്ളിയാഴ്ചക്കാവ് എന്ന സ്ഥലത്താണ്. വെള്ളിയാഴ്ചക്കാവിനടുത്ത് മുന്തിരിപ്പന്തൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പ്. ഇത് നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം നമുക്ക് വേണ്ടി ഒരു മീനെ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് കിട്ടിയതിൽ ഏറ്റവും നല്ല മീൻ ഏതാണെങ്കിലും അതിന് നമ്മളെടുത്ത് നമുക്ക് റോസ്റ്റ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ചേട്ടനൊരു വലയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മീൻ പിടുത്തം കാണാം നമുക്ക്. ഓക്കെ, നമ്മുടെ മാമച്ചി, ഉണ്ണി, അതുപോലെ ഇത് നമ്മുടെ സെൽവൻ വില വീശിക്കൊണ്ടിരിക്കുകയാണ്. ചാടി കണ്ടില്ലേ അങ്ങനത്തെ സാധനം. അതധികം താഴ്ചയൊന്നുമില്ല കേട്ടോ കുളം എന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വളരെ വലിയൊരു കുളമാണെന്നാണ്. പക്ഷെ അധികം താഴ്ചയില്ല. കാരണം നമ്മുടെ ഈ ചേട്ടൻ അതിലേക്ക് ചാടുന്നതാണ്. അത്രയേ ഉള്ളൂ. നമ്മുടെ കാലിൻ്റെ മുട്ടിന് താഴെ വെള്ളമുള്ളൂ. നിറച്ച് മീനുണ്ട് കേട്ടോ. അതിൽ നിന്ന് മീനൊക്കെ എത്രത്തോളം വലുതാണെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് കാണാം. അപ്പോൾ വലത് നമ്മളിത് എടുത്ത് കരയിലേക്ക് വെച്ചിരിക്കുകയാണ്. കരയിൽ വെച്ച് നോക്കുകയാണ് മീനുകളൊക്കെയാണ് നോക്കില്ല. അത്യാവശ്യം വലിപ്പമുള്ള മീനുകൾ പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കണ്ണിലേക്ക് കൊണ്ട് ശരിയായിട്ടില്ല. നമ്മുടെ അടുത്ത വലിയ മീനിനെ പിടിക്കാനായിട്ട് ആളോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൽപ്പെട്ടതിനൊക്കെ വീണ്ടും നമ്മൾ കുളത്തിലേക്ക് എറിയുകയാണ് കേട്ടോ. ചാടി പോയതല്ലേ.
ഒരു പേടിച്ചെല്ലാം പോയില്ല, വേറെ അടുത്ത് അപ്പുറത്തെ സൈഡിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. കാരണം ഇവിടുന്ന് വലിയൊരു സാധനം നേരത്തെ വല വീശിപ്പോൾ ചാറിന് കണ്ടില്ല നമ്മൾ. അപ്പം അവരെ തപ്പിയിട്ടാണ് ഇറങ്ങണത്. കിട്ടി. അടുത്ത് വീണ്ടും നമ്മുടെ ചേട്ടൻ വല വീശിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമുക്കതിൽ പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. തീരെ ചെറുതുകളെ പിടിച്ചിട്ട് കാര്യമില്ലല്ലോ, മാംസം കൂടുതലുണ്ടാവുന്നത്. അപ്പോൾ പതുക്കെ നമ്മൾ വലയൊക്കെ ടൈറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് കേട്ടോ. എന്തായാലും ഇതിലുണ്ടാവും നമുക്ക് വേണ്ടപ്പെട്ടത്. വലിയൊരു ഫിഷ്, കരിമീനോ സവാളയോ കായൽ വാളയോ അങ്ങനെ തിലോപ്പിയോ ഏതാണെങ്കിലും അത്. അപ്പോൾ അതിനെ ആ സവാളയാണ് ഇതിൽ കൂടുതൽ. അപ്പോൾ കിട്ടിയത് ഏതാണ് വലുതെങ്കിൽ അതിന് വീശണം. അത് വല ടൈറ്റ് ചെയ്ത് പതുക്കെ കുരുക്കുകയാണ് മീനിനെ. അപ്പോൾ വല എടുക്കാനുള്ള പരിപാടികളാണ്. പതുക്കെ അതിനെ വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ, അതാ ചാടി പെട്ടിട്ടുണ്ട്. നോക്കാം ചേട്ടാ, വേഗം കരയിലേക്ക് അടിപ്പിക്കൂ. ഒരുപാടുണ്ടല്ലോ. അയ്യോ, ഇതിലുണ്ടാവും നമുക്ക് വേണ്ടപ്പെട്ടത് വിചാരിക്കുന്നു. പതുക്കെ ചെറുതുകളതിനേക്കാൾ പുറത്തേക്ക് ഇടുകയാണ് കേട്ടോ. പുറത്തേക്കല്ല, കുളത്തിലേക്ക് തന്നെ. അപ്പോൾ ഇതിലേതായാലും നമുക്ക് പറ്റിയ ഒരാളുണ്ടാവും. അതിനെ നമ്മൾ സെലക്ട് ചെയ്ത് എന്നിട്ട് ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയാണ്. ഇവനാണ് നമ്മൾ സെലക്ട് ചെയ്തത് കേട്ടോ. ഏകദേശം ഒരു 4-5 കിലോൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ അതിനെ അവിടെ ഏൽപ്പിച്ച് ഞങ്ങൾ വീണ്ടും കലാപരിപാടികളിലേക്ക് കടന്നു. പിന്നെ കിച്ചണിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. കിച്ചണിൽ അവനത് സൈസാക്കൽ കഴിഞ്ഞു ഇത്ര പെട്ടെന്ന് തന്നെ. ഞാൻ മസാല പുരട്ടി അങ്ങനെ ഫ്രൈ ആക്കി നമുക്ക് ഇങ്ങോട്ട് തരാനാണ് പറഞ്ഞിട്ടുള്ളത്. കറി വയ്ക്കാൻ പറഞ്ഞു. കറി നമുക്ക് വേണ്ട, ഫ്രൈ ചെയ്യാനുള്ള നമുക്കപ്പോൾ താല്പര്യം. അപ്പോൾ അങ്ങനെ മസാലയ്ക്ക് ഇങ്ങനെ പുരട്ടി നല്ല സ്വയംഭം സാധനമാക്കിയിട്ട് എടുക്കുന്നത്. ഇനി അതിൽ നിന്ന് ഓരോ പീസുകൾ ചട്ടിയിലേക്ക് ഇടുന്നു, വറക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ മാമാച്ചിന്ന് താറാവിനെ പിടിക്കാന്ന് വെച്ചിട്ട് ഗണ്ണൊക്കെ എടുത്തിട്ട് വരികയാണ് കേട്ടോ. മാമാച്ചിന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ്. അപ്പോൾ ആൾ ഗണ്ണെടുത്ത് വന്നു. നമ്മൾ പറ്റിയൊരു താറാവിനെ പിടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനുള്ള കപ്പാസിറ്റി നമുക്കില്ലാതായി പോയി. അത്യാവശ്യം സാധനങ്ങൾ അടിച്ച് കയറൽ കഴിഞ്ഞു. അപ്പോൾ അത് താറാവിന് എണ്ണം വെക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ പൊട്ടിച്ചില്ല. പൊട്ടിച്ച് നടക്കില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ അത് നമ്മുടെ ഫ്രൈ ഇവിടെ ശരിയായി. ആ കട്ട് ചെയ്ത അതേപോലത്തെ പീസുകൾ ഒരേപോലെ ഓർഡറിൽ അടക്കി വെച്ച് അതേ ഫിഷിനാക്കി നമുക്ക് തന്നിരിക്കുകയാണ്. ഇനി ഇവനൊരു പിടുത്തതിൻ്റെ പിടിക്കുക. അതെ, സൂപ്പർ. എന്തുട്ട മുതലല്ലേ. അപ്പോൾ ആരും മറക്കണ്ട, ട്രിവാൻഡ്രത്ത് വർക്കല വെള്ളിയാഴ്ചക്കാവ് മുന്തിരിപ്പന്തൽ അടിച്ചു വിളിക്കും.